പൊന്നുമോളെ, പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കണം പൊന്നുമോള്. നിന്നെ തെറ്റിലേക്ക് വിളിക്കുന്നവര് നല്ലത് പറഞ്ഞിട്ടവനെ ദീനിന്റെ വഴിയിലേക്ക് പറഞ്ഞു വിടുന്നവളാണ് പെണ്ണ്. റബ്ബേ, ബസറ പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്റെ ജോലിയെന്നറിയുമോ? വൈകുന്നേര സമയമായി കഴിഞ്ഞ നല്ല വസ്ത്രവും ധരിച്ച് സുഗന്ധവും അടിച്ചിട്ട് ഇറങ്ങുകയാണ്. വഴിയിലൂടെ നടക്കുകയാണ്. സുന്ദരിയായ പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയാ. റബ്ബേ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. ആരൊക്കെ നോക്കിയിട്ടും ആ പെണ്ണിനെ പിഴപ്പിക്കാൻ കഴിഞ്ഞില്ലോ. അവസാനം ഈ ചെറുപ്പക്കാരൻ ആ സുന്ദരിയായ പെണ്ണിന്റെ പുറകെ നടന്നു പോവുകയാ. അല്ലാഹുവേ, ശരീരം മുഴുവനും മറച്ചിട്ട് നടന്നു പോകുന്ന പെണ്ണ്. ചെറുപ്പക്കാരൻ പുറകെ നടക്കുകയാണ്. കുറെ അങ്ങ് നടന്നു കഴിഞ്ഞപ്പോ ആ പെണ്ണ് തിരിച്ചു നിന്നിട്ട് ചോദിച്ചു, ചെറുപ്പക്കാരോ, എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? നടന്നിട്ട് നിനക്കൊരു പ്രയോജനവുമില്ലോ. പഠിച്ചവരെ പിന്നെയും മുന്നോട്ട് നടക്കുകയാ. അവസാനം ആ ചെറുപ്പക്കാരൻ വിടില്ല എന്ന് മനസ്സിലായപ്പോ അല്ലാഹുവിനെ പേടിയുള്ള ശരീരം മുഴുവനും മറച്ച പെണ്ണ് ചോദിക്കുന്നു, ചെറുപ്പക്കാരോ, മരിക്കണമെന്നുള്ള ഓർമ്മ നിനക്കില്ലേടാ? മരിക്കണ്ടവനാണെന്നുള്ള ചിന്ത നിനക്കില്ലേ? എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? എന്റെ ശരീരം മുഴുവനും മറച്ചിരിക്കുകയാണല്ലോ. പിന്നെ എന്ത് കണ്ടിട്ടാ നീ വരുന്നതെന്ന് ചോദിക്കുമ്പോ ചെറുപ്പക്കാരൻ പറയുന്നു, പെണ്ണ്, നിന്റെ രണ്ട് കണ്ണുണ്ടല്ലോ, കാണാനെന്തഴകാ പെണ്ണ്. നിന്റെ കണ്ണ് കണ്ടിട്ടാണ് ഞാൻ പുറകെ വന്നത്. നിന്റെ കണ്ണിന് എത്ര സൗന്ദര്യമാണെങ്കിലും നിന്റെ ശരീരത്തിന് എത്ര സൗന്ദര്യമായിരിക്കും പെണ്ണ്. നിന്റെ കണ്ണെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അല്ലാഹുവേ, ചെറുപ്പക്കാരൻ പറയേണ്ട താമസമാ പെണ്ണങ്ങ് പതറുകയാ. അവിടെന്ന് പറഞ്ഞ് ഇവിടെയും ഇരിക്കുവോ? എന്റെ കണ്ണ് കണ്ടിട്ടല്ലേ നിങ്ങൾ എന്റെ പുറകെ വന്നത്? ഇവിടെയും ഇരിക്കുവോ? നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം കൊടുത്തു വിടോ. പഠിച്ചവരെ, ചെറുപ്പക്കാരനെ പിടിച്ചിരുത്തിയിട്ട് ആ സുന്ദരിയായ പെണ്ണ് വീട്ടിലേക്ക് ഓടുകയാണ്. വീടിന്റെ അകത്ത് പോയി കിടന്ന് വിളിച്ചു കൂവുകയാണ്. കിടന്ന് പൊട്ടിക്കരയുന്നു, റബ്ബേ, ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു പോയല്ലോ. അല്ലോ, എന്റെ കണ്ണാണല്ലോ അതിന് കാരണം. എന്റെ കണ്ണ് കണ്ടിട്ടാണല്ലോ ഈ ചെറുപ്പക്കാരൻ വന്നത്. അതുകൊണ്ട് റബ്ബേ, വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ. അവസാനം ചെയ്തെന്നറിയുവോ? പടച്ചവനെ, ഒരു കത്തിയെടുത്തിട്ട് രണ്ട് കണ്ണിന്റെ കൃഷ്ണമണികൾ കുത്തിയെടുക്കുകയാണ്. രണ്ട് കൃഷ്ണമണികളും കുത്തിയെടുത്തിട്ട് ഒരു തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് തന്റെ വീട്ടിലെ പണിക്കാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ കണ്ണാട്. ഈ കണ്ണ് കണ്ടിട്ടൊരു ചെറുപ്പക്കാരന്റെ പുറകെ വന്നു. ഇന്ന സ്ഥലത്തവൻ ഇരിക്കുന്നുണ്ട്, അവന്റെ കയ്യിൽ കൊണ്ടൊന്ന് കൊടുക്കട്. അല്ലാ, സുന്ദരിയായ പെണ്ണ് കൊടുത്തുവിടുന്ന സമ്മാനവും കാത്ത് അതാ വഴിയോരത്ത് കാത്തിരിക്കുന്ന ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് ആ പെണ്ണ് കൊണ്ടുപോയി പൊതിയങ്ങ് കൊടുക്കുമ്പോ സന്തോഷത്തോടെ ചെറുപ്പക്കാരൻ തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, രക്തത്തിൽ കുളിച്ചിരിക്കുന്ന രണ്ട് കൃഷ്ണമണികളാ. ആ പെണ്ണ് പറഞ്ഞു, എന്റെ യജമാനത്തിയുടെ കണ്ണാട്. ഇത് കണ്ടിട്ടല്ലേ നിങ്ങൾ പുറകെ വന്നത്? ഇത് കണ്ടിട്ടല്ലേ നിങ്ങൾ പുറകെ വന്നത്? പടച്ചവരെ, കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ ബസ്രയിലെ ചെറുപ്പക്കാരൻ വലിച്ചെറിഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടുകയാണ്. കിടന്നിട്ടുറക്കം വരുന്നില്ലോ, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലോ, മനസ്സിന്റെ മുന്നിൽ സമാധാനമില്ല. പടച്ചവരെ, 2 ദിവസം കഴിഞ്ഞു. സമാധാനം കിട്ടാതെ വന്നപ്പോ അവിടുന്ന് ചിന്തിച്ചു, അല്ലാ, ആ പെണ്ണിനോടൊന്ന് പൊരുത്തം ചോദിക്കണമല്ലോ പടച്ചവര്. അവിടുന്ന് പൊരുത്തം ചോദിക്കുന്നതിന് വേണ്ടി അതാ പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ട കാഴ്ച എന്തെന്നറിയുവോ? ആ സുന്ദരിയായ പെണ്ണിന്റെ ജനാസ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാട്. ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാട്. റബ്ബേ, ചെറുപ്പക്കാരന്റെ മനസ്സിൽ തോന്നിയ വാക്കെന്തെന്നറിയുവോ? ആ പെണ്ണ് പറഞ്ഞ ഒരേ ഒരു വാക്ക്, എടാ, മരിക്കേണ്ടവനല്ലേ, അല്ലാഹുവിന്റെ മുന്നിൽ പോകേണ്ടവനല്ലേ, അല്ലാഹുവിന്റെ മുന്നിൽ പോകേണ്ടവനല്ലേ. എന്റെ പ്രിയമുള്ള
പ്രിയമുള്ളവരെ, ആ ചെറുപ്പക്കാരൻ ആ പെണ്ണ് പറഞ്ഞ ഒരു വാക്കിങ്ങനെ ചിന്തിക്കുകയാണ്. അവിടുന്ന് ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയോ, അവിടുത്തെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയോ. ലോകമറിയുന്ന പണ്ഡിതനായി ആ മനുഷ്യൻ മാറിയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി അല്ലാഹുവിന്റെ മുന്നിലേക്ക് മടങ്ങി പോകേണ്ടവളോ. എവിടെ പോയാലും എത്ര ആസ്വദിച്ചാലും എത്ര സുഖിച്ചാലും ആരും കാണാതെ എന്തൊക്കെ ചെയ്താലും ഒരു ദിവസം നീ മടങ്ങേണ്ടവളാ മോള്. ഒരു ദിവസം മടങ്ങേണ്ടവനാ ചെറുപ്പക്കാരാ. ഒരല്പനേരത്തെ സുഖത്തിന് വേണ്ടി അല്ല നിനക്ക് എന്തെല്ലാം തന്നു പെങ്ങള്, എത്രയോ അനുഗ്രഹങ്ങൾ നിനക്ക് തന്നു. എന്നിട്ട് എല്ലിന്റെ അകത്ത് കൊഴുപ്പ് കൂടുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾക്ക് വല്ലാത്ത അഹങ്കാരവാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അള്ളാനെ പേടിയുള്ളവര് പെണ്ണിനെ പറഞ്ഞു തരോ. സഹാബത്തിന്റെ കാലത്ത് ജീവിച്ചവരല്ലോ, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ചവരല്ലോ, സയ്യിദന്മാരല്ലോ, ഔലിയാക്കന്മാരല്ലോ. നിന്നെ പോലെ വിചാരമുള്ള പച്ചയിറച്ചിയുള്ള 33 വയസ്സുള്ള ഒരു പെണ്ണിന്റെ കഥ നിനക്ക് പറഞ്ഞു തരട്ടെ. ആ പെണ്ണിനെ പോലെയാകണം പൊന്നുമോള്. പഠിച്ചവരെ പാലക്കാട് ജില്ലക്കാരിയാണ്. അല്ലാഹു ആ പെണ്ണിനൊരു പരീക്ഷണം കൊടുത്തു. 2 മക്കളും ഒരു ഭർത്താവുമുണ്ട്. ആ പെണ്ണിന് അല്ലാഹു കൊടുത്ത രോഗം എന്തെന്നറിയോ? തന്റെ ശരീരത്തിൽ വികാരത്തിന്റെ ഹോർമോണുകൾ കൂടുതലാണ് പെണ്ണ്. പഠിച്ചവരെ ശരീരത്തിൽ വികാരത്തിന്റെ ഹോർമോൺ കൂടുതലാണ്. പഠിച്ചവര് വികാരമുണ്ടാകുമ്പോ തന്റെ ശരീരത്തിലെ ഓരോ രോമത്തിലൂടെയും രക്തം ഇങ്ങനെ ഒലിക്കുകയാ. വികാരമുണ്ടാകുന്ന സമയത്ത് തന്റെ ശരീരത്തിലെ രോമങ്ങളിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അവസാനം ബോധം കെട്ട് തളർന്നു വീഴുകയോ, എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ബ്ലഡ് കയറ്റുകയാണ്. അവസാനം ഡോക്ടർമാര് പറഞ്ഞു, ഒരു കാലത്തും നിന്റെ ഭർത്താവിന് നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയില്ല. കാരണം നിന്റെയും നിന്റെ ഭർത്താവിന്റെയും ബ്ലഡ് ഒരേ ബ്ലഡാണ്. നിന്റെയും നിന്റെ ഭർത്താവിന്റെയും രക്തം ഒരേ രക്തമാണ്. അതുകൊണ്ട് നിന്റെ ഈ അസുഖമുള്ളത് കാരണം ഒരിക്കലും നിന്റെ ഭർത്താവിന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ കഴിയില്ല. പഠിച്ചവനെ, വികാരമുണ്ടാകുന്ന സമയത്ത് രക്തമൊക്കെ ഒലിച്ചു പോകുന്നു. ബോധം കെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. രക്തം ഇങ്ങനെ കയറ്റുകയാണ്. അവസാനം ഗതിയില്ലാതെ ഡോക്ടർ പറഞ്ഞു, പെണ്ണ്, ഇനി നിനക്ക് ജീവിക്കണമെങ്കിൽ അന്യപുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെടലല്ലാതെ വഴിയില്ല. അന്യ ഒരുത്തനുമായി നിന്റെ ശരീരം പങ്കുവെക്കാതെ നിനക്കിനി ജീവിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറയുമ്പോ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഉസ്താദ്, ഞാനെന്ത് ചെയ്യാനാ ഉസ്താദ്? എനിക്കെന്റെ ഭർത്താവിന്റെ കൂടെ എന്റെ മക്കളുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് വല്ലാത്ത മോഹമുണ്ട്. ഡോക്ടർ പറയുന്നു, അന്യപുരുഷന്റെ കൂടെ ശാരീരികമായി ബന്ധപ്പെടാതെ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ അവസാനം പറഞ്ഞു കൊടുത്തു, പെങ്ങള്, മരിച്ചുപോയാ, രക്തമൊലിച്ചൊലിച്ച് നീയങ്ങ് മരിച്ചുപോയാ അല്ലാഹു നിനക്ക് ഷഹീദിന്റെ കൂലി തരും. അന്യപുരുഷന്റെ മുന്നിൽ ശരീരം പങ്കുവെച്ചാ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദ്, മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അല്ലാഹു എനിക്ക് ഷഹീദിന്റെ കൂലി തരുമല്ലോ. എന്നാലും എന്റെ ഭർത്താവിനെ വഞ്ചിക്കാൻ എനിക്ക് വയ്യ. എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് മറ്റൊരുത്തനെ കാണോ. എന്റെ സുഖത്തിന് വേണ്ടി ആഖിറം നഷ്ടപ്പെടുത്താൻ ഞാനില്ലോ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്നാ പ്രിയപ്പെട്ട പെങ്ങള് പറയുമ്പോ, പെണ്ണെന്ന് പറഞ്ഞാൽ അവളാ മോള്. ഈമാനുള്ളവളെന്ന് പറഞ്ഞാൽ അതാണ്. അന്യവന്റെ കൂടെ ശാരീരികമായി ബന്ധപ്പെടലല്ലാതെ ഇനി ജീവിക്കാൻ ഒരു വഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ പോലും അവള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നീ എനിക്ക് അല്ലാഹുവിനെ പേടിയോ, എനിക്ക്
നരകത്തെ പേടിയോ? എനിക്ക് റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവളാണല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. അല്ല നിനക്ക് ഇങ്ങനെ ഒരു രോഗം തന്നില്ലല്ലോ, നിന്റെ ആഗ്രഹം സാധിച്ചു തരാ നിനക്കൊരു ഭർത്താവിനെ പടച്ചുറപ്പ് തന്നല്ലോ. എന്നിട്ടും മനസ്സില്ലാതെ അഹങ്കാരിയെ പോലെ റബ്ബിനെ മറന്നോ? പൊന്നുമോളെ, അള്ളാന്റെ മുന്നിൽ പോകേണ്ടവളല്ലേ? ആദം നബിയുടെ മുന്നില്, നൂഹ് നബിയുടെ മുന്നില്, ഇബ്രാഹിം നബിയുടെ മുന്നില്, മൂസാ നബിയുടെ മുന്നില്, യാക്കൂബ് നബിയുടെ മുന്നില്, ദാവൂദ് നബിയുടെ മുന്നില്, സുലൈമാൻ നബിയുടെ മുന്നില്, യൂസുഫ് നബിയുടെ മുന്നില്, യഹിയാ നബിയുടെ മുന്നില്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അവരുടെ ഉമ്മത്തീങ്ങള്, റസൂലുള്ളാഹ്, സഹാബത്ത്, താബീങ്ങള്, തബഅ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, പണ്ഡിതന്മാര്, നിന്റെ മാതാപിതാക്കള്, നിന്റെ ഭർത്താവ്, നിന്റെ മക്കള്, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാര്, ഇവരെല്ലാം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ ഒരു വ്യഭിചാരിയെ പോലെ, ഒരു വൃത്തികെട്ടവളെ പോലെ നിനക്ക് റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യമുണ്ടോ പെണ്ണ്? പൊന്നുമോള്, ശഅബാനിന്റെ രാത്രിയോ എല്ലാം പറ്റിപ്പോയി, അല്ലാഹു മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എല്ലാ പടച്ച റബ്ബിന്റെ മുന്നിലേറ്റ് പറ പൊന്നുമോള്. മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നാട് മുഴുവനും ഇങ്ങനെ പറയുകയോ. കൂടെ വ്യഭിചരിച്ച പെണ്ണുണ്ടല്ലോ, മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെയുള്ള രണ്ടാമത്തെ പ്രതിയായ ഈ പെണ്ണിന്റെ ചെവിയിലെ വാർത്ത കേൾക്കുകയാണ്. പടച്ചവരെ, എഴുന്നേറ്റിലോ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു തന്നിട്ട് ഈ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയേ, ഞാനാണ് നബിയേ, രണ്ടാമത്തെ പ്രതി ഞാനാണ് നബിയേ, എന്റെ വയറിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞു മായിസിന്റെ കുഞ്ഞാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണേ നീ ഗർഭിണിയാണല്ലോ, നീ ഗർഭിണിയാണല്ലോ, പോയിട്ട് പ്രസവം കഴിഞ്ഞ് മരാന് പറഞ്ഞു വിടുകയാ. തൗബ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ 9.5 മാസം കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞു. ചോര കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നു. യാ റസൂലല്ലാഹ്, പ്രസവം കഴിഞ്ഞു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പാല് കൊടുക്കാൻ നീയല്ലേ ഉള്ളൂ, നിന്റെ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് വരെ പാല് കൊടുത്തിട്ട് വരാ പറഞ്ഞു വിടുകയാ. കാരണം പ്രസവിച്ച തന്റെ ചോര കുഞ്ഞിനെ കണ്ടാലേ ഉമ്മയുടെയും മനസ്സ് മാറുമല്ലോ. പക്ഷേ ആ പെണ്ണിന്റെ മനസ്സ് മാറിയില്ലോ. തന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കു നബിയേ. അവിടത്തെ ശിക്ഷ ചോദിച്ചു വാങ്ങിയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവത്വേ, വേണ്ടടാ പൊന്നുമോര്, വേണ്ടടാ പൊന്നുമോര്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയോ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ, അതിനോടടുക്കല്ലേ, അതൊരു മോശമായ കാര്യമാണെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെറുപ്പക്കാരനായ അബൂ ഹുറൈറ തങ്ങളോട് പറയുന്നു, അബൂ ഹുറൈറ, ഇത്തഖിൽ മഹാരിമാ തകുൻ നഗ്ബദന്നാസ്, ഹറാമുകളെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ് പെങ്ങളെ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. മഖാമിന്റെ ഉള്ളിൽ കിടക്കുന്ന മഹദിയെ നിനക്കറിയുമല്ലോ, എത്രയോ ഔലിയാക്കന്മാരെ നിനക്കറിയുമല്ലോ. അവരെ പോലെ നിനക്കാകണോ, അവരെ പോലെ നിനക്കാകണോ. ഹറാമിനെ സൂക്ഷിച്ചോ, നിനക്കതിനെ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു, ഹറാമുകളെ സൂക്ഷിക്ക്. ഹറാമുകളെ രാത്രി കയറിയിരുന്ന് യൂട്യൂബും ഫേസ്ബുക്കൊക്കെ ഉപേക്ഷിക്കുന്ന നന്നാവ്. അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ നീ ഏറ്റവും വലിയ ഒരു ആബിദാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖുർആൻ പറഞ്ഞു വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞു, നിങ്ങൾ അതിനോട് അടുക്കുക പോലും. മോനെ,
ഏതെങ്കിലും വല്യാപ്പാടമോ കൊച്ചാപ്പാടമോ മാമാടമോ മാമിയുടെ മോ ബൈക്കും കൊണ്ട് വരുമ്പോ ചെറുപ്പക്കാരി 18 വയസ്സുകാരി ചാടി കയറി പോവാ. 35-40 മാപ്പുള്ള താത്തമാര് ഭർത്താവിന്റെ അനിയൻ ഭർത്താവിന്റെ കാക്ക കൂടെ കയറിയിട്ടങ്ങ് പോകാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹറാമുകളെ സൂക്ഷിക്ക്. 40 കൊല്ലം അള്ളാന്റെ പള്ളിക്ക് ബാങ്ക് വിളിച്ച മനുഷ്യൻ കാഫിറായിട്ട് മരിച്ചു പോകാനുള്ള കാരണം കള്ളുകുടിച്ചതുകൊണ്ടല്ല വാപ്പ, വ്യഭിചരിച്ചത് കൊണ്ടല്ല, പലിശ തിന്നത് കൊണ്ടല്ല, വൃത്തികേടുകൾ കാണിച്ചത് കൊണ്ടല്ല. ആർക്കാ അറിയാത്തത് TV കാണല് പാവമാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു ഇൻസാൻ ഈ ലോകത്തുണ്ടോ? പാവമാണ് ഈ സിനിമ കാണല്, സീരിയല് കാണല്, അതിനകത്ത് ഇത് കാണല് തെറ്റാണെന്നറിയാത്ത ഏതെങ്കിലും ഒരു മഹ്ലൂക്ക് ഈ ലോകത്തുണ്ടോ?